എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചക്കക്കുരു കൊണ്ടുള്ളൊരു റെസിപ്പി കേട്ടോ. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ചക്കക്കുരു ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ നന്നായി കിട്ടുന്നൊരു സമയമല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ചക്കക്കുരു എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെമ്മീൻ ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, വേപ്പില കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരക്കൊത്ത് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നു കേട്ടോ. പിന്നെ നാളികേരം ഒരു അരമുറി ചെരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിന് എടുക്കാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടീസ്പൂൺ എടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് എടുക്കാം. ചക്കക്കുരു നമുക്ക് നന്നായി കഴുകി കുക്കറിലിടാം. ചക്കക്കുരു നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ആ ചുവപ്പ് കളർ ഇങ്ങനെ നിൽക്കുന്നത് നല്ലതാട്ടാ. അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വന്നാൽ മതിട്ടാ. നമുക്ക് ചെമ്മീനൊന്ന് അപ്പുറത്ത് അടുപ്പത്ത് വറുത്തെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ട് വാരി വെച്ചാണ് കേട്ടോ. ഇതിലെ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതൊന്ന് പോട്ടാ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ നന്നായി ഉറവായി വന്നു കേട്ടോ. ഇത് നമുക്ക് ചീഞ്ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം, അങ്ങനെ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് ശരിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, ചുവന്നുള്ളി ഇടുന്നു കേട്ടോ, കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്, വേപ്പിലിടുന്നു. ഇതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് തേങ്ങ ചെറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടി കുറച്ച് ഉപ്പിടുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പാകമായിട്ട് നമുക്ക് തന്നെ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. അധികം പൊടിയെടുത്തിട്ട് നമുക്കൊരു ചെറിയൊരു പണിയുണ്ട്. ആ തേങ്ങയൊക്കൊന്ന് വറുത്തെടുക്കണം. കളർ മാറി വന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊരു പാകത്തിന് വേവായിട്ടാ ചീഞ്ചട്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ആ പൊടിച്ച മസാല അങ്ങനെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ വറുത്ത നാളികേരക്കൊത്തിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഉലർത്തിയത് എന്ന് പറയുമ്പോൾ നമ്മളധികം വെള്ളത്തിൽ പാടില്ല. അതാണ് കേട്ടോ ഇങ്ങനെ ഡ്രൈ ആക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ചെമ്മീനിട്ട് ഉലർത്തിയത് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.